നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മ എവിടേക്ക് പോവും? എവിടെ പോവും? തറവാട്ടിൽ പോവും. തറവാട്ടിൽ എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് അധികം ഇല്ല, കുറച്ചുള്ളൂ. അപ്പം ഞങ്ങൾ തറവാട്ടിക്ക് പോകണം. അപ്പോൾ തറവാട്ടിൽ പോണത് നമ്മളെല്ലാ വീഡിയോ ഇന്ന് നിങ്ങൾ ഇതിൽ കാണിച്ചിരിക്കും. കാണിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഓക്കെ? കമൻറ്റ് വിടണം, ഓക്കെ? കമൻ്റ് ഒന്നും വിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിനി വീഡിയോ ചെയ്യില്ല എല്ലാവരും. കുഞ്ഞാറ്റെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തറവാട്ടി കാണിച്ചു തരാം കേട്ടാ. ഞങ്ങളെ ചെറിയ ചെറിയ വഴികളും ഞങ്ങളെ സ്ഥലങ്ങളും എല്ലാം കാണിച്ചു തരാം, ഓക്കെ? നിങ്ങളും പോരിട്ടാ. ബൈ. ഞങ്ങൾ പോവുകയാണ് കണ്ട. എൻ്റെ മക്കളെ എടുക്കണ്ട എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ടാളെ നമ്മൾ എടുക്കണം അല്ലേ കുഞ്ഞാറ്റെ? എടുക്കണ്ട. തേക്കായിരുന്നില്ല ഒന്ന്. അപ്പോൾ വഴി വെച്ച് നമ്മളൊരു ചേട്ടൻ്റെ മോനെ കണ്ട് അവനോട് ഞാൻ സംസാരിച്ച് കുറച്ച് നേരം. അപ്പോൾ അവൻ അമ്പലത്തിൽ തിരി വെക്കാൻ പോണു. അപ്പോൾ അവൻ തിരി നേരത്തെ പോയി. അപ്പം ഞങ്ങളിതേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേണ്ട. നമ്മളെ വഴികളൊക്കെ കണ്ടില്ലേ, ഇപ്പം മഴ കാരണം പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മോള് പോസ് ഇടുന്നുണ്ട. അവൾക്ക് പോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അവള് ഭയങ്കര പോസ് കാര്യമല്ല കുഞ്ഞാറ്റെ. പക്ഷേ പോസൊന്നും ഒരു ലുക്കില്ലാത്ത പോസാണെന്നുള്ളൂ അല്ലേ? പിന്നെ എൻ്റെ മോൻ കുഴപ്പമില്ല. എൻ്റെ മോൻ പിന്നെ അല്ലേ റിച്ചുട്ടനോട്ടെ, റിച്ചുട്ടൻ പോസ് ഇടും. റിച്ചുട്ടൻ്റെ പോസ് ഉണ്ട്. പക്ഷെ ഞാനത് വീഡിയോ ഇടില്ല, കാരണം അതിന് ലൈക്കൊന്നും കിട്ടാത്ത വീഡിയോ ഇടാറില്ല. പിന്നെ നമുക്കിവിടെ എന്തൊട്ട് കുഞ്ഞാറ്റെ, ഇതൊക്കെയാണ് നമ്മളെ കശുമാവാണ് കേട്ടോ. നമ്മളല്ലാട്ടെ വല്ലോരെ കശുമാവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇതായിപ്പോട്ടാ. അപ്പം അങ്ങനെ ഇതേന്നപ്പം നമ്മളെ വീട് എത്താറായി. ഈ വീട്ടിലാണ് ഞങ്ങൾ നാളെ നിശാഗന്ധി കണ്ടെന്ന് പറഞ്ഞ വീടാണ്. നല്ല സ്നേഹമുള്ള ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടത്, നല്ലതാണ്. അപ്പം ഇതാണ് നമ്മളെ ഏരിയ ആണ്. അതെ, നിശാഗന്ധി കണ്ടില്ലേ? അന്ന് കണ്ട നിശാഗന്ധി വാടി വാടി, അയാൾ വാടി. ഇനി അടുത്തതൊക്കെ ഉണ്ട് അല്ലേ ചേച്ചി? മൊട്ടിട്ടിട്ടില്ല ഇവിടെ? മൊട്ടിട്ടിട്ടുണ്ടെന്ന് തുടണ്ടാവുമ്പോ ഇതാണ് കണ്ടില്ലേ? മൊട്ട് 1 2 മുട്ടുണ്ട്. ഇത് മൊക്കുണ്ടല്ലേ ചേച്ചി? ഇത് മൊക്കുണ്ട് വേണ്ട. ബാ അങ്ങനെ അവരെനിക്കില്ലേ? ബായോ കട്ടൻ ചായ അല്ലേ? അപ്പം ഇയാളെ കൊണ്ടുപോകാനാണ് ഞാനീ വന്നത്. രാവിലെ തന്നെ കണ്ട ഇയാളെ കൊണ്ടുപോകാനാണ് വന്നത്. അയ്യോ ഇയാൾ അഴിഞ്ഞ് നിക്ക് ഇയാൾ അഴിഞ്ഞ്. അവിടെ നിൽക്ക് എടുക്കട്ടെ, നിക്കാൻ പറയില്ലേ? അപ്പം ഇയാളെ കൊണ്ടുപോകണം പുറത്തേക്ക്. അപ്പം അയാൾ ചങ്ങല പിടിക്കും. അയാൾ തന്നെ ചങ്ങല പിടിക്കും. വാ നടക്ക് വാ കൊണ്ട് എവിടെ കാണിച്ചാ പോ നടക്ക്. അയാൾക്ക് ഇഷ്ടമുള്ളടുത്ത് അയാൾ പോവും. ഭാവിയിലോ അതെന്നാ കുഴപ്പമുണ്ടായില്ല. ഇപ്പം അയാൾ പൊട്ടിച്ച്, അയാൾ ഒന്ന് ഇതായി വരുമ്പോഴത്തേന് അയാൾ അപ്പം പൊട്ടിക്കും. വാ അപ്പം അയാളെ രാവിലെയുണ്ട് അയാളെ കാര്യങ്ങളൊക്കെ, പ്രഭാത കൃത്യങ്ങൾക്ക് പോകണം അയാൾ. അപ്പം അയാൾക്കൊരു സ്ഥലമുണ്ട്, അവിടേക്കേ പോകുള്ളൂ. കാണിച്ചു തരാട്ടാ. ഇവിടെ ഒക്കെ മഴ ഇപ്പം നല്ലോണം പുല്ലൊക്കെ വന്ന് കണ്ട. പണ്ട് ഞങ്ങൾ കളിച്ചിരുന്ന സ്ഥലമുണ്ട് ഇതൊക്കെ. ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പം അവിടെ വെയിലൊക്കെ കെട്ടി ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ അല്ലാത്തതൊന്നും. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്നാണ്. ഈ മരങ്ങളൊക്കെ ഇല്ലേ, ഈ മരങ്ങളൊക്കെ നോക്കിയാൽ ഞങ്ങൾ ഓടിക്കളിച്ച് കയറി നിന്ന മരങ്ങളാണ് ഇതൊക്കെ. ഇതുമാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. എന്താ അതാ മരില്ലേ ഈ മരത്തുമ്മല്ല കൂടുതലും, ഈ മരത്തുമ്മേട്ടാ
ഈ മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഞങ്ങൾ ഈ കൊമ്പുകളുണ്ടല്ലോ, ഈ മരത്തിൻ്റെ വലിയ വലിയ കൊമ്പ്, ഞാനൊക്കെ ഇവിടെ എന്തോരം കൂടെ ഈ മുറിച്ച കൊമ്പില്ലേ, മുറിച്ച കൊമ്പുമൊക്കെ ഞാനൊക്കെ എന്തോരം കിടന്ന് ഞാണ്ടിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ ചെറുപ്പത്തിൽ. അതിനിടക്ക് ഈ മരത്തുമ്പോൾ ഞാൻ വീണിട്ടുണ്ട് ട്ടാ, ഈ മരത്തുമ്പോൾ ഞാൻ വീണിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. ഇങ്ങനെ കയറിപ്പോവും, കാരണം കുറേ കൊമ്പില്ലേ, ഇങ്ങനെ കയറിപ്പോവും അല്ലേ. ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഈ മരത്തിൻ്റെ മുകളിൽ കയറി, ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇവൻ കാണാണ്ടിരിക്കാനാണ് ഇവന് കൊടുക്കണ്ടല്ല, ഇവൻ കാണാണ്ടിരിക്കാൻ, കാരണം ഇവൻ പീടിയെ പോയില്ലല്ലോ, പിന്നെ ഇവൻ കഴിക്കണ്ടല്ല. ഞാൻ പോയത് എവിടെ, മരത്തിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത്, ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കല്ലേ, എന്തോ സ്ലിപ്പായി വീണിട്ട് എനിക്ക് നെഞ്ചടിച്ചാണ് വീണത്, ശ്വാസം കിട്ടണില്ല. അങ്ങനെ ഞാൻ ആ വീട് പറഞ്ഞില്ലേ, ആ വീട്ടിൽ പോയിട്ട് അവിടെ ചേച്ചിമാരിക്കുന്നുണ്ട്, അവരെ മടി ചെന്ന് ഞാൻ കിടന്ന്. അപ്പോൾ അവർക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അവരോട് പറഞ്ഞു, ചേച്ചി മരത്ത് വന്നിട്ട് ശ്വാസം കിട്ടണില്ല എന്ന്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഓടിക്കളിക്കുന്ന സ്ഥലങ്ങൾ അടിപൊളി. ഇപ്പം അതൊക്കെ പോയി, ഇപ്പം കളിക്കാനൊന്നുമില്ല, പിള്ളേർ കളിക്കണില്ല, ഒക്കത്തിന് മൊബൈലാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. നോക്കിയേ എന്ത് രസമല്ലേ മരം കാണാനായിട്ട്, നല്ലോണം മാങ്ങൊക്കെ ഇരിയും. ഇപ്പം ഇങ്ങോട്ട് വരാനൊന്നും നമുക്ക് തോന്നണില്ല. ഇതിപ്പോൾ നായനെ കൊണ്ട് വരണേണ് ഞാൻ. വേണ്ട ഇത്രയും സ്ഥലങ്ങൾ, ഇതൊന്നും അല്ലാത്ത സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, അപ്പുറപ്പുറമൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ. നല്ല രസമാണ് ഇവിടെയൊക്കെ.